ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ആനന്തമാത്മജം സച്ചിദാനന്തമാത്മജം ചിദാനന്തഗുരും. അമൃതാത്മാക്കളെ, ഒരുപക്ഷെ ഭാരതീയ ചിന്തയിലെ ആദ്യത്തെ കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമായണത്തിൽ അന്തർഭവിച്ചിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാൻ. രാമായണം വാത്മീകി മഹർഷി രണ്ട് ഭാഗങ്ങളായാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലൊന്നാം ഭാഗം വാത്മീകി രാമായണം 24,000 ശ്ലോകങ്ങളാണ്. ഈ 24,000 ശ്ലോകങ്ങൾ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, ഉത്തരകാന്ഡം, അയുദ്ധകാന്ഡം, ഇങ്ങനെ 6 കാണ്ഡങ്ങളായാണ് തിരിച്ചിട്ടുള്ളത്. ഇതിനെ രാമായണത്തിന്റെ പൂർവഭാഗം എന്ന് പറയും. ഈ 6 കാണ്ഡങ്ങളിൽ മഹർഷി ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളെ സമർത്ഥമായി വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാചീനാചാര്യന്മാരിലെ ചിലരുടെ അഭിപ്രായത്തിൽ ഇത് ധർമ്മവർണ്ണന മാത്രമേ ഉള്ളൂ. ധർമ്മത്തിൽ നിന്ന് മോക്ഷവും അർത്ഥത്തിലൂടെ കാമവും സംജാതമാകുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും പുരുഷാർത്ഥങ്ങളാണെന്നുള്ള നിലയിൽ ലൗകികമായി കാണുന്ന കാമവും അർത്ഥവും പുരുഷാർത്ഥ സാധനത്തിലോ സിദ്ധിയിലോ പെടുത്തിയിട്ടില്ലാത്ത ആചാര്യന്മാരുടെ വ്യാഖ്യാനത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഉൾക്കൊള്ളുന്നത്. അവരുടെ ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും കാമത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമുള്ള ആ ആചാര്യന്മാരുടെ അഭിപ്രായം മറ്റൊന്നാണ്, ശ്രദ്ധേയമാണ്. നിവൃത്തിനിരതന്മാരായ മുമുക്ഷുക്കൾ, മോക്ഷേച്ഛുക്കൾ മോക്ഷത്തിനായി ആഗ്രഹിക്കുമ്പോൾ അവരിൽ ആത്മപ്രിയം വഴിയായി വന്നുകൂടുന്നതിനെ ധർമ്മം എന്ന് നാമകരണം ചെയ്യും. ഇതേ ധർമ്മം ആ വഴിയിൽ സഞ്ചരിച്ച ആചാര്യന്മാർ തങ്ങളുടെ ജീവചരിത്രമായി രേഖപ്പെടുത്തിയിട്ടുള്ളതിനെ സിദ്ധ ലക്ഷണം എന്ന നിലയിൽ സദ് ആചാരമായി സ്മൃതികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ അത് സ്വീകരിക്കേണ്ട വിധത്തെക്കുറിച്ച് സ്മൃതികാരന്മാർ സ്മൃതി ശ്രദ്ധേയമായി വേറെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം ആകരം അപൗരുഷേയമായി സത്യം കണ്ടെത്തിയ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ മന്ത്രങ്ങളിലൂടെ വേദങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ധർമ്മത്തിന് 4 ലക്ഷണങ്ങൾ പ്രാചീനാചാര്യന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. 1 വേദം, 2 സദ് ആചാരം, 3 ആത്മപ്രിയം, 4 സ്മൃതി. അപ്പൊ 1 വേദം, ശ്രുതി, അതാണ് ധർമ്മത്തിന്റെ അവസാനത്തെ വാക്ക്. അതിനപ്പുറം പ്രമാണങ്ങളില്ല. അപ്പൊ വേദവിഹിതമായി ജീവിച്ചു വച്ചാൽ മാത്രമേ ധർമ്മത്തിലൂടെ ജീവിക്കാൻ പറ്റൂ എന്നവർ ശ്രദ്ധിച്ചു. ആ വേദവിഹിതമായി എങ്ങനെ ജീവിക്കണം എന്ന് അറിയാൻ ശ്രുതിയെ ബാല്യത്തിൽ തന്നെ പഠിക്കണം. അതിനൊരു നിഷ്കർഷയും അവർ വെച്ചു. കാരണം ഇന്ദ്രിയങ്ങൾ പ്രബലങ്ങളായി മനസ്സ് വികാരവിക്ഷോഭങ്ങളിൽപ്പെട്ട് ലൗകിക സാമ്രാജ്യത്തിലൂടെ അലയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധർമ്മവും അധർമ്മവുമൊന്നും തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പൊ ധർമാധർമ്മങ്ങളാണ് ജീവിതത്തിന് ശ്രേഷ്ഠതയും ശ്രേയസ്സും ഒക്കെ ഉണ്ടാക്കിത്തരുന്നത്.
അപ്പൊ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാൻ ഒരച്ചടക്കം മനുഷ്യാത്മാവിന് തന്നെ ഉണ്ടാവേണ്ടതുണ്ടെന്നും അത് പാരമ്പര്യപ്രോക്തമായി ലഭിക്കണമെന്നും അതിനനുസരിച്ചുള്ള ആചാരവിചാരങ്ങൾ ഉണ്ടാവണമെന്നും തീരുമാനിച്ച അവർ പരമപ്രാധാന്യം ശ്രുതിക്ക് കൊടുക്കുകയും ചെയ്തു. ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി. ശ്രുതിയാണ് ധർമ്മജിജ്ഞാസയിൽ പരമമായ പ്രമാണം. അതിനപ്പുറം പ്രമാണങ്ങളില്ല. ആ ശ്രുതിമാതാവിന്റെ നിർദ്ദേശങ്ങളെ നിയമങ്ങളാക്കി, നിയാമക തത്വങ്ങളാക്കി പിന്നീട് ഋഷീശ്വരന്മാർ നമുക്ക് തന്നത് സ്മൃതികളായി. അവിടെ കാലഗണനയ്ക്കും ദേശഗണനയ്ക്കും പ്രാധാന്യം കൊടുത്തു. ഋതുചര്യാദികൾ, പാനപേയാദികൾ, ഇവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് എങ്ങനെ ജീവിച്ചാൽ ഈ ശ്രുതി മര്യാദകൾ പാലിക്കാം ഈ കാലഘട്ടത്തിൽ, വസന്ത ഋതുവിൽ, ശരത് ഋതുവിൽ, ഈ ദേശത്ത്, ഇങ്ങനെ ആ ദേശത്തിന്റെയും കാലത്തിന്റെയും പ്രകാരഭേദങ്ങൾക്കനുസരിച്ച് ശ്രുതിയെ നിർദ്ദിഷ്ടമായ നിയമങ്ങളിലൂടെ രൂപപ്പെടുത്തിയപ്പോൾ നമുക്ക് സ്മൃതികൾ ലഭിച്ചു. വീണ്ടും അതിലൂടെ ജീവിച്ച ആചാര്യന്മാരുടെ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ കിട്ടി. അതും ധർമ്മമാണ്. അപ്പം വേദം, സ്മൃതി, സത്, ആചാരം മൂന്നും ധർമ്മമാണ്. ആത്മപ്രിയവും ധർമ്മമാണ്. സ്വസ്യച്ച പ്രിയമാത്മന ഏത ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം. എവിടെ മാനവൻ കേവലമായ സത്തയിൽ നിലകൊണ്ടുകൊണ്ട് അവന്റെ ആപേക്ഷിക സത്തകളെ, പുരുഷ അപരാധങ്ങളെ, മനുഷ്യന് പുരുഷാപരാധങ്ങളാണ് അധർമ്മത്തിന് പ്രചോദനങ്ങൾ, പുരുഷാപരാധമാണ് ദുഃഖത്തിന് ഹേതു. എന്തൊക്കെയായിരിക്കും പുരുഷാപരാധം? ജനിക്കുമ്പോൾ തന്നെ ഞാൻ മകനാണ് എന്നൊരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു. അപ്പോ എന്റെ ആത്മസ്വരൂപം വിസ്മൃതിയിലാണ്ട് മകന്റേതായ കുറെ അവകാശങ്ങളും മകന്റേതായ കുറെ കടമകളും എനിക്കുണ്ടാവാൻ തുടങ്ങി. ആ കടമകളും അവകാശങ്ങളും ഞാൻ നിർവഹിക്കുവാൻ പോകുമ്പോൾ അതേ അവസ്ഥ നിലനിർത്തുന്നതിന് വിപരീതമായി വരുന്നവയോടൊക്കെ ഞാൻ എങ്ങനെ സമീപിക്കണം? കേവലതയിൽ നിന്ന് വേണമോ ആപേക്ഷികമായ പുത്രൻ എന്ന നിലയിൽ വേണ്ടിവരുമോ എന്ന് ചോദ്യമുണ്ടായി. അപ്പൊ ആപേക്ഷികമായി പുത്രന്റെ നിലയിലായാൽ മറ്റൊന്നിനെ എന്റെ അച്ഛനു വേണ്ടി, എന്റെ അമ്മയ്ക്ക് വേണ്ടി മകനെന്ന കടമ കൊണ്ട് ചെയ്തു കൂട്ടിയാൽ തെറ്റല്ല എന്ന് സാമാജികമായി പറയാൻ തുടങ്ങുമ്പോൾ പുരുഷാപരാധം കാരണമായി. കാരണം എന്റെ അപരാധം കൊണ്ട്, അജ്ഞാനം കൊണ്ട് മാത്രമാണ് ഞാൻ മകനായി തീർന്നത്. ആ പുരുഷാപരാധത്താൽ ഞാൻ അധർമ്മം ചെയ്യുന്നവനായി. വീണ്ടും ഞാൻ അതേപോലെ തന്നെ അച്ഛനാണ്, അമ്മാവനാണ്, അപ്പൂപ്പനാണ്, സഹോദരനാണ്, ഉദ്യോഗസ്ഥനാണ്, അനുദ്യോഗസ്ഥനാണ്. ഇങ്ങനെ എനിക്ക് എന്റെ സ്വരൂപത്തിന്മേൽ സ്വരൂപവിസ്മൃതി വന്ന് എന്തെല്ലാം രൂപഭാവങ്ങളുണ്ടോ, എന്തെല്ലാം അഹന്തകളുണ്ടോ, അതത്രയും പുരുഷാപരാധം. ഈ പുരുഷാപരാധ രൂപമായ എന്റെ നിലയാണ് എന്റെ സമസ്ത ദുഃഖങ്ങൾക്കും സമസ്ത അധർമ്മങ്ങൾക്കും കാരണമായി തീരുന്നത്. 21 വിധം ഇന്ദ്രിയങ്ങളോട് ചേർത്ത്, മനസ്സിനോട് ചേർത്ത് ഒക്കെ നമുക്ക് അന്വയിക്കാൻ പറ്റും എന്ന് സർവജ്ഞാത്മമുനി ഭംഗിയായി പറയുന്നുണ്ട്. നമുക്കത് വിഷയം പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ കാണുകയും ചെയ്യാം. അപ്പോ അധർമ്മം പുരുഷാപരാധത്തിൽ നിന്നുണ്ടാകുന്നു, കേവലതയിൽ ധർമ്മമുണ്ടാകുന്നു. ഈ ധർമ്മത്തിൽ ഒരാൾക്ക് ജിജ്ഞാസ ഉളവായാൽ, എപ്പോൾ വേണമെങ്കിലും ജിജ്ഞാസ ഉളവാകാം. ലൗകികന് ലൗകികത്തിലൂടെ ഓടുമ്പോൾ നിരന്തരമായ പരാജയം വന്നാൽ ചിന്തിക്കാൻ തുടങ്ങും, വിചാരം ചെയ്യാൻ തുടങ്ങും. നിരന്തരമായ വിജയം വന്നാലും ചിന്തിക്കാൻ തുടങ്ങും. എപ്പോഴൊരു മനുഷ്യൻ ധർമ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവന്റെ ജീവിതത്തിന്റെ ഉത്കർഷത്തിന്റെ ഔന്നത്യത്തിൽ വെച്ചാകാം, ജീവിതത്തിലെ പരാജയങ്ങളുടെ ഏറ്റവും താഴ്മയിൽ വെച്ചാകാം ഒരുവൻ ചിന്തിക്കാം. ആ സമയത്ത് ഉണ്ണാനുള്ള ആസ്ഥ അവന് നഷ്ടപ്പെടും, നിദ്ര
ഇല്ലാതെയാവും. രാത്രിയിൽ പോലും സദാ ചിന്താകുലനായിത്തീരും. ഇങ്ങനെ തന്റെ സ്വരൂപത്തെയും ഈ സാമാജിക സത്തയെയും ഒക്കെ കുറിച്ച് ചിന്തിക്കുവാൻ അവൻ ആരംഭിക്കുമ്പോൾ ഈ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മോചനം നേടണമെന്ന് ആഗ്രഹവും ഉണ്ടാവും. ഇങ്ങനെയുള്ളവനെ മുമുക്ഷു അല്ലെങ്കിൽ ജിജ്ഞാസു എന്നൊക്കെ വിളിക്കും. അങ്ങനെ ഒരു കഥാപാത്രത്തെ രാമായണത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് വാൽമീകി. ധർമ്മം എന്താണെന്ന്, ധർമ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അതിന്റെ അർത്ഥം, അതിന്റെ ചമൽക്കാരം, അതിന്റെ ആശയം, അത് ഉൾക്കൊള്ളുന്ന സിദ്ധാന്തങ്ങൾ ഇതെന്താണെന്ന്. അപ്പൊ ധർമ്മം, ധർമ്മത്തിന്റെ അർത്ഥം, അതറിയാനുള്ള ആഗ്രഹം, കാമം. അല്ലാതെ അർത്ഥത്തിന് ധനമെന്നല്ല ഇവിടെ. അർത്ഥശബ്ദത്തിന് ആ ധർമ്മം എന്ന ശബ്ദത്താൽ ഉദ്ഘോഷിക്കപ്പെടുന്നത് എന്താണ് എന്ന അന്വേഷണം. എവിടുന്ന ഉള്ളിൽ നിന്നൊരു ധർമ്മബോധം ഉണ്ടായി. അതിനെ അന്വേഷിക്കുവാൻ ഒരുത്തൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്നുണ്ടായതാണ്, യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അതുവരെ ധർമ്മത്തെപ്പറ്റിയോ അധർമ്മത്തെപ്പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അർത്ഥത്തെപ്പറ്റിയും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. കാമം എന്താണെന്ന് അറിഞ്ഞിട്ടുമല്ല. ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ മനുഷ്യനിൽ സംജാതമാകുന്നത്. ഓരോ വസ്തുക്കൾ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവും, പിന്നാലെ പോവും, അത് നേടാൻ വേണ്ടിയുള്ള പണികളൊക്കെ ചെയ്യും, നേടും. നേടിക്കഴിഞ്ഞ് കുറെ ദുഃഖം ഉണ്ടാവും, നേടിയ രീതി ശരിയല്ലെങ്കിൽ. കാരണം നേടിയ വഴി മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അന്ധകരണത്തിലാണ്. നേടാനുള്ള ഓട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അന്ധകരണത്തിലാണ്. അപ്പോ നേടുന്നതുവരെ നേട്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും. നേടിക്കഴിഞ്ഞാൽ നേടിയ വഴികൾ ശരിയല്ല എന്ന് നമ്മുടെ അന്ധകരണം നമ്മോട് പറഞ്ഞാൽ നേടിയത് തന്നെ നമുക്ക് നിഷ്പ്രഭമായി തീരും. പിന്നെ അത് കയ്യിൽ നിന്ന് വലിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്കൊരു സമാധാനം തന്നെ കിട്ടുള്ളൂ. ഒന്നുകിലത് നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ ആ വസ്തു വേറെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും ആരും കാണാതെ വലിച്ചെറിഞ്ഞിട്ട് രക്ഷപ്പെടണം. കാരണം ആ വസ്തു നിത്യദുഃഖത്തിന്റെ സാധനമായി. ഇനി അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലോ കുറച്ചു കഴിയുമ്പോൾ വേറൊരു ദുഃഖമായി. കാരണം എറിഞ്ഞെങ്കിലും അത് നേടിയത് വഴി ശരിയല്ല എന്ന ഓർമ്മ പിന്നെയും കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഓട്ടത്തിൽ ഒരിക്കൽ എവിടെയോ കാലൊന്നിടറി വീണ് ധർമ്മം എന്താണെന്ന് തന്റെ ഇതപര്യന്തമുള്ള കർമ്മമേഖലകളെ വെച്ച് വ്യക്തി അന്വേഷിക്കുവാൻ ആരംഭിക്കുമ്പോഴാണ് അർത്ഥം സംജാതമാകുന്നത്. അപ്പൊ ധർമ്മം, അർത്ഥം അത് അറിഞ്ഞേ കൂടൂ നിർബന്ധമാകുമ്പോഴാണ് കാമമുണ്ടാകുന്നത്. അവിടെയാണ് ജിജ്ഞാസു അല്ലെങ്കിൽ മോക്ഷേച്ഛു അല്ലെങ്കിൽ മുക്തിക്ക് ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെ പറയുന്ന സാധകൻ സംജാതമാകുന്നത്. അങ്ങനെയുള്ളൊരു സാധകനെ രാമായണത്തില് 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തില് വാൽമീകി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭരദ്വാജന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഭരദ്വാജനോട് ഇയാളെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പറഞ്ഞത് ഇയാൾ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ആയിരുന്നുവെന്നും ഇദ്ദേഹം സനകാദികളുടെ ശാപം നിമിത്തമാണ് മനുഷ്യനായി എത്തിയതെന്നും ഇവിടുന്നാണ് ഇയാളുടെ മോക്ഷമെന്നുമൊക്കെയാണ് കഥയായി പറഞ്ഞുകൊടുക്കുന്നത്. ഈ കഥ രാമായണത്തിലുണ്ട്, യോഗവാസിഷ്ഠത്തിലുണ്ട്. വാൽമീകി ഒരിക്കലും ഈ ഗ്രന്ഥത്തെ യോഗവാസിഷ്ഠം എന്ന് വിളിച്ചിട്ടുമില്ല. മഹാരാമായണം എന്നാണ് വാൽമീകി രേഖപ്പെടുത്തിയ ഭാഗങ്ങളിൽ കാണുന്നത്. മഹാരാമായണം, ഉത്തര രാമായണം എന്നല്ല ഇതിന് പേരുകൾ കാണുന്നുണ്ട്. മോക്ഷോപായ ശാസ്ത്രമെന്നും വാൽമീകി 1-2 തലങ്ങളിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ മോക്ഷോപായ ശാസ്ത്രം, മഹാരാമായണം, ഉത്തര രാമായണം എന്നൊക്കെ പേരിട്ട ഈ ഗ്രന്ഥം പിന്നീട് രൂഢി വന്ന് യോഗവാസിഷ്ഠമായി തീർന്നതാണ്. അതിന് കാരണവുമുണ്ട്. ഇതിന്റെ പേര് യോഗവാസിഷ്ഠം എന്നായിത്തീരുന്നതിന് ഇതിൽ വസിഷ്ഠൻ രാമന് ഉപദേശിക്കുന്നതായാണ് വാൽമീകി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ഗുരു വസിഷ്ഠനാണ്, രാമനുമാണ്.
ശ്രീരാമനുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാമായണം എന്ന പോലെ ഇതും 6 പ്രകരണങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. വിശിഷ്ടങ്ങളായ 6 പ്രകരണങ്ങൾ ഈ ഗ്രന്ഥത്തിനുണ്ട്. ഒന്നാമത്തത് വൈരാഗ്യ പ്രകരണമാണ്. ഏതാണ്ട് 33 സർഗങ്ങളും 1500 കാരികകളുമുള്ള ശ്ലോകങ്ങളുള്ള ഓരോ പ്രകരണവും നിങ്ങൾക്ക് ആരെങ്കിലും എപ്പോഴെങ്കിലും പഠിക്കാൻ യോഗവാസിഷ്ടത്തിന്റെ ഒരു ചട്ടക്കൂട് വേണമെന്ന് തോന്നിയാൽ കുറിച്ചെടുക്കാം. യോഗവാസിഷ്ടം 6 പ്രകരണങ്ങളിലാണ്. അതിൽ ആദ്യത്തെ പ്രകരണം വൈരാഗ്യ പ്രകരണമാണ്. സംസ്കൃത ശബ്ദത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ ആരോടെങ്കിലുമുള്ള എതിർപ്പെന്നല്ല, അവനവനോട് തന്നെയുള്ളൊരു വിരക്തി എന്നാണ് അർത്ഥം. ഇഹ അമുത്ര ബലഭോഗ വിരാഗത എന്ന് ശങ്കരൻ പറയും. ഈ ലോകത്തിലെ വസ്തുക്കളോടാകട്ടെ പരലോകത്തിലെ വസ്തുക്കളോടാകട്ടെ താല്പര്യമില്ലാത്ത ഒരവസ്ഥ, ഒന്നിലും താല്പര്യമില്ലാത്ത ഒരവസ്ഥ. ജീവിതത്തിൽ ഒന്നിനും താല്പര്യമില്ലാതെ ഒരവസ്ഥ സംജാതമായാൽ ശരീരത്തിന്റെ സ്ഥിതിയെല്ലാം നന്നായി നടന്നുകൊള്ളും. ശരീരത്തിന്റെ സ്ഥിതിക്കൊന്നും ഒരു കോട്ടവും വരില്ല. എപ്പോഴാണോ നമ്മുടെ താല്പര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത്, മനസ്സിൽ നിന്ന് പിൻവാങ്ങുന്നത്, ശരീരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്, അങ്ങനെ പിൻവാങ്ങിയാൽ എല്ലാ വികാസവും നിന്നുപോകും, എല്ലാ ശോഷണവും നിന്നുപോകും. നമ്മളിൽ സംജാതമായിരിക്കുന്ന ഷഡ്വികാരങ്ങളെക്കുറിച്ചുള്ള ബോധമാണ് നമ്മുടെ മാറ്റത്തിന് കാരണം. മാറ്റം ബോധം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അതായത് അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി, ഇത്രയും നമ്മളിൽ വച്ചിരിക്കുന്ന ബോധമാണ്. ഉണ്ടാവുക, പ്രകടമാവുക, വർദ്ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, ഇല്ലാതാവുക. ഇതിന് ഷഡ്വികാരങ്ങളെന്ന് പറയും. എല്ലാ വസ്തുവിന്റെയും അന്തസ്ഥമായ ബോധത്തിൽ നിത്യവും നിരന്തരവുമായിരിക്കുന്ന ഒരു ബോധമാണ് ഈ 6 ഈ 6 നമ്മിലുള്ളതുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ഈ ബോധം പിൻവാങ്ങിയാൽ എവിടെ നാം നിൽക്കുന്നു അവിടെ നിൽക്കും. വികാസവുമില്ല, ക്ഷയവുമില്ല. അപ്പൊ ഈ ലോകത്തോടും പരലോകത്തോടുമൊക്കെയുള്ള വിരാഗത വന്നാൽ എങ്ങനെ സംഭവിച്ചുവോ ഈ പഞ്ചഭൂത സഞ്ചിതമായ ശരീരം അത് അങ്ങനെ തന്നെ നിൽക്കും. ചില ആളുകളെയൊക്കെ നോക്കിയാൽ കാണാം, അവർ മൂത്രം ഒഴിക്കുന്നുണ്ടാവില്ല, കക്കൂസി പോകുന്നുണ്ടാവില്ല, ആഹാരം കഴിക്കുന്നുണ്ടാവില്ല, ഉറങ്ങുന്നുണ്ടാവില്ല, ഒന്നിനോടും പ്രതികരിക്കുന്നുണ്ടാവില്ല. ഒരേ ഇരിപ്പില് മാസങ്ങളോളം ഇരിക്കുന്നവരെ കാണാം. ഒരു ചലനവും ഇല്ലാതിരിക്കുന്നതാണ്. അവരുടെ ഈ ബോധം പ്രവർത്തിക്കാതാകുന്നതുകൊണ്ടാണ്. ഇത് വളരെ അപകടകരമായൊരു നിലയിലേക്ക് പോകാം എന്ന് പതഞ്ജലി, വ്യാസൻ, വസിഷ്ഠൻ മുതലായവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ ഉത്തമമായൊരു വഴിക്കും ഇതിനെ തിരിച്ചുവിടാം. ഒരേ ഊർജസ്രോതസ്സിനെ തന്നെയാണ് ആധ്യാത്മിക അനുഭൂതിയുടെ ഉന്നത മേഖല എന്ന് വിശേഷിപ്പിക്കാവുന്ന സമാധിയിലേക്കും, അതേസമയം തന്നെ അതേ അവസ്ഥയെ തന്നെയാണ് നിയതവും നിശ്ചിതവുമായ ഒരു മാർഗരേഖ ലഭിച്ചില്ലെങ്കിൽ വ്യാധിയിലേക്കും. ഒന്ന് സമാധിയാണ്, ഒന്ന് വ്യാധിയാണ്. പരസ്പര വിരുദ്ധമായ 2 അംശങ്ങളിലേക്കും ഇതിനെ തിരിച്ചുവിടാൻ പറ്റും. അതിന് ഉത്തമമായ ഒരു മാർഗരേഖയിലൂടെ പോയാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ, സംജാതമാവുകയുള്ളൂ. അപ്പൊ ഇവിടെ
ഈ വിരാഗത വന്ന സാധകൻ സാക്ഷാൽ ശ്രീരാമനാണ്. ശ്രീരാമൻ ഇപ്പോൾ ഒന്നിലും താല്പര്യമില്ലാതായി. ആ അവസാനമുള്ളത് നിർവാണ പ്രകരണമാണ്. നിർവാണ പ്രകരണത്തില് ഒരു പൂർവാർത്ഥവും ഉത്തരാർത്ഥവും ഉണ്ട്. രണ്ടായിട്ട് തിരിച്ചിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അതാണ് ശ്രദ്ധേയമായി പഠിക്കേണ്ടത്. ഇതിൽ ഓരോ പ്രകരണം പഠിക്കുമ്പോഴും അതിന് പ്രത്യേകതയുണ്ട്. ഒരു പ്രകരണം മാത്രമായിട്ട് എടുത്തും പഠിക്കാവുന്നതാണ്. അത് ഏത് പ്രകരണം പഠിക്കുന്നു അതിനു മുമ്പുള്ള അവസ്ഥകൾ മനസ്സിന് സംജാതമായിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രകരണം പഠിച്ചിട്ടേ പഠിക്കാവൂ എന്ന് നിയമമില്ല. കാരണം ഇതിന്റെ ആ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് ഏത് പ്രകരണത്തിലും ആരംഭിക്കാമെന്ന് സാരം. അപ്പൊ നിർവാണ പ്രകരണം പൂർവാർത്ഥം 120 സർഗങ്ങളും ഉത്തരാർത്ഥം 216 സർഗങ്ങളുമാണ്. ആകെ കാരികകൾ 14,000 വരും. സർഗം ആകെ 128. 120 സർഗങ്ങളും 216 സർഗങ്ങളുമാണ് ഉത്തരാർത്ഥത്തിൽ. ഉത്തരാർത്ഥത്തിൽ 216, പൂർവാർത്ഥത്തിൽ 120. കാരികാസംഖ്യ ഒന്നിച്ച്, കാരണം ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് ഒന്നിച്ച നമ്പർ, അതുകൊണ്ട് 14,000 കാരികകൾ. ഇത്രയുമാണ് ഇതിന്റെ ചട്ടക്കൂട്. ഇത് ആരംഭിക്കുന്നത് വൈരാഗ്യ പ്രകരണത്തിലാണ്. പ്രകരണം ആരംഭിക്കുന്നത് തന്നെ ഇതിന് അധികാരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇത് ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ പുതിയ വിദ്യാഭ്യാസത്തിന് ഇല്ലാത്തൊരു നയം പണ്ടുണ്ട്. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. പണ്ട് നിയമം എന്താണെന്ന് വെച്ചാൽ അനധികാരികൾ ആ വിഷയം പഠിക്കരുതെന്നാണ്. അതവരെ മാനസിക സംഘർഷങ്ങളിൽ പെടുത്തുമെന്നാണ്. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, അനുബന്ധ ചതുഷ്ടയം എന്നാണ് ഇതിന് പറയുന്നത്. എന്തു പഠിക്കാൻ പോകുമ്പോഴും ഈ 4 അറിയണമെന്നാണ്. ഇത് തിരിച്ചറിയാൻ എളുപ്പമാണ്. നമുക്ക് ആ വിഷയത്തിൽ നമ്മൾ അധികാരി അല്ലെങ്കിൽ നമ്മളുടെ ചെയ്തികളെ ദുഃഖിപ്പിക്കാൻ മാത്രമേ ആ പഠനം സഹായിക്കൂ. നമ്മുടെ മനസ്സ് ചില കാര്യങ്ങളിൽ ബദ്ധമായി നിൽക്കുമ്പോൾ അതിന് വിപരീതമായ ശ്രവണങ്ങളെല്ലാം ദുഃഖമാണ്. അതിന് വിപരീതമായ കാഴ്ചകൾ അത്രയും ദുഃഖമാണ്. വ്യാവഹാരിക ജീവിതത്തിലായാലും പാരമാർത്ഥിക ജീവിതത്തിലായാലും മാനവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെയൊക്കെ കാരണം ആധികാരികത സ്വയം അറിയാതെ പഠിച്ചുകൂട്ടാൻ ഓടി നടന്നതും ആധികാരികത ചിന്തിക്കാതെ പഠിപ്പിച്ചതുമാണ്. രണ്ടാമത്തെ ഭാഗം തെറ്റല്ല. കാരണം സ്വയം അവനവനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഈ വിഷയത്തിന് അധികാരിയാണോ എന്ന്. അധികാരി ആവുമ്പോഴേ പഠിക്കാവൂ എന്ന് പണ്ടുള്ളവർ പറയും. അതല്ലാതെ പഠിക്കുമ്പോൾ വിദ്യ പ്രാതിയോഗികമായി തീരുകയും അതല്ലാതെ പഠിക്കുമ്പോൾ വിദ്യ പഠിക്കുന്ന വ്യക്തിത്വവും അത് പ്രായോഗികമാക്കാൻ പറ്റാതെ താൻ നിലകൊള്ളുന്ന തലങ്ങളിൽ ചെയ്യുന്ന വ്യക്തിത്വവും തമ്മിലുള്ള സംഘർഷം ആന്തരികമായിട്ടാണ്. അത് തന്നോട് മാത്രമല്ല സമാജത്തോടുള്ള സംഘർഷമായി വളരും. തനിക്ക് അധികാരമുള്ള രംഗങ്ങളിൽ നിന്ന് വേണം താൻ വിദ്യ കൈവശമാക്കാൻ. താൻ ഏതിലാണ് തന്റെ താൽപര്യം, തന്റെ മനസ്സും ഇന്ദ്രിയങ്ങളുമൊക്കെ എത്രത്തോളം ഗ്രഹണത്തിന് കഴിവുള്ളതാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് വിദ്യയുടെ കവാടം മലർക്ക തുറന്നു കിടക്കുകയാണ്. മുമ്പൊക്കെ ഈ വിദ്യയ്ക്ക് വാതുക്കൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ട്രസ്പാസേഴ്സ് ആർ പ്രോസിക്യൂട്ടഡ് എന്നാണെന്ന് തോന്നുന്നു. കടന്നു കയറുന്നവനെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യുമായിരുന്നു. വിദ്യയുടെ എല്ലാ കവാടങ്ങളും പണ്ട് തുറന്നിട്ടില്ല. കാരണം വിദ്യ തന്നെ ബ്രാഹ്മണനോട് പോയി ഇത് പറയുന്നുണ്ട്. വിദ്യ ബ്രാഹ്മണമാജഗാമ സേവധിഷ്ഠേസ്മി രക്ഷമാം
അസൂയകായ മാതാ തഥാ വീര്യവത്തമാ, എന്നെ അസൂയയുള്ളവന് കൊടുക്കരുത്. എന്നെ വീര്യവത്താക്കുന്നവന് മാത്രമേ നീ കൊടുക്കാവൂ, ദാനം ചെയ്യാവൂ. വിദ്യ വീര്യമുണ്ടാക്കുന്നതാണ്. വിദ്യയിലാണ് ബലമിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ വീര്യവത്താക്കുന്നവനാണ് അത് പഠിക്കേണ്ടത്. കാരണം അന്ധക്കരണത്തിന്റെ ചോദന കൊണ്ട് എന്ത് കേൾക്കുന്നുവോ അതിന്റെ അന്തസത്തയെ മീമാംസ്യമായി അറിയുന്നവൻ, ഒരു മീമാംസ എന്നവർ പറയും, സംശയമില്ലാതെ അറിയുന്നവൻ. വിദ്യയിൽ മാത്രമാണ് സംശയം ഇല്ലാതിരിക്കുന്നത്. അപ്പൊ അതിന് പറ്റണമെങ്കിൽ വേറെ വികാരങ്ങളിലൊന്നും നിന്നത് പഠിക്കാൻ പറ്റില്ല. ഇതാണ് അവര് അന്ന് വെച്ചത്. അപ്പൊ ഇവിടെ അധികാരി ബദ്ധനല്ല, ഇവിടെ അധികാരി മുക്തനുമല്ല. രണ്ടുപേരും ഈ പഠനത്തിന് അധികാരികളല്ല. എല്ലാത്തിൽ നിന്നും മോചനം നേടിയവൻ ഇനി ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നൊരു ഒരല്പനേരം പോലുമില്ല. ധർമ്മമോ അധർമ്മോ ഒന്നും ചിന്തിക്കാൻ നേരമില്ല. അത്ര നെട്ടോട്ടത്തിലാണ്. അവനും ഇത് പഠിക്കാൻ അധികാരിയല്ല. പഠിച്ചാൽ ഉള്ള ശാന്തി അവന്റെ നഷ്ടപ്പെടും. ബദ്ധനായിരിക്കുമ്പോൾ ഇത്തരം ശാസ്ത്രകാര്യങ്ങൾ പഠിക്കാൻ പോകരുതെന്നാണ് ആചാര്യന്മാർ നമ്മോട് നിഷ്കർഷിക്കുന്നത്. കാരണം ബദ്ധന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പൊ ധർമ്മത്തെ പറ്റിയൊക്കെ ആലോചിക്കാൻ പോയാൽ ആ കാര്യം തീർന്നു കിട്ടില്ല. തീർന്നില്ലെങ്കിൽ ദുഃഖമുണ്ടാവും. ധർമ്മത്തെപ്പറ്റി ആലോചിച്ചാൽ അപ്പൊ അവന് ദുഃഖമുണ്ടാകും. ധർമ്മം അവനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുക. മറിച്ച് അതിന് തീർന്നാൽ ശല്യം തീർന്നു. നാളെ രാവിലെ ഒരുത്തനെ പോയി തട്ടണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെ കൊല്ലാൻ പോകാനും പറ്റില്ല, കൊല്ലാതിരിക്കാനും പറ്റില്ല. അവസാനം അവൻ ഈ ശാസ്ത്രത്തെ ചീത്ത വിളിക്കും. ഇത് കാരണമാണ് ഞാൻ കൊല്ലാത്തത്. മറിച്ചത് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പോയാൻ കൊല്ലും, അതോടെ പോയി ജയിലിൽ കിടക്കുകയോ എന്തെങ്കിലും ചെയ്ത് പണി തീരുകയും ചെയ്യും, നേരവെയാവും. പക്ഷെ ഇത് വായിച്ചാൽ കൊല്ലുകയില്ല, മാനസികമായി കൊലപാതകം നടന്നുകൊണ്ടിരിക്കും. ഞാനായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ കയ്യും കാലും ഒക്കെ പെരുത്ത് കയറും ചിലപ്പോൾ. രണ്ട് കൊടുക്കേണ്ടതാണ്. കൊടുക്കാനുണ്ട് പറ്റുകയില്ല. നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത് എന്റെ സ്വഭാവമായതുകൊണ്ടല്ല. നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത് എനിക്ക് ദേഷ്യമില്ലാഞ്ഞിട്ടല്ല. നിന്നോട് ഞാൻ ക്ഷമിക്കുന്നത് നിന്നെ എനിക്ക് വെറുതെ വിടാമെന്ന് വിചാരിച്ചിട്ടുമല്ല. പക്ഷെ ഇതൊക്കെ വായിച്ചു പോയതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുക. അത് വലിയ അപകടമാണ്. അവിടെ അറിയാം അതൊരു ശാസ്ത്രനിന്ദയുണ്ടാവും. അങ്ങനെയുള്ള ബദ്ധന്മാരുടെ ലോകത്ത് ഈ ശാസ്ത്രങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇപ്പോൾ ബദ്ധനല്ല, മുക്തനുമല്ല. ഈ പ്രപഞ്ച സത്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. തുടങ്ങിവെച്ച കർമ്മകലാപങ്ങൾ ഒന്നും ശാന്തി തരില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം പ്രാക് ജീവിതം മുഴുവൻ തന്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ കാണുകയാണ്. എന്തെല്ലാം ചെയ്തു കൂട്ടിയോ അതൊക്കെ വ്യർത്ഥമാണെന്ന ഒരു തോന്നൽ. സ്നേഹം, വിശ്വാസം, ശാന്തി, ദൃഷ്ടം, അദൃഷ്ടം, നന്മ, തിന്മ, ഇങ്ങനെ വരുന്ന ദ്വന്ദ്വങ്ങളെല്ലാം മുമ്പിലും പിൻപിലും നോക്കുമ്പോൾ ഒരു ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ഇവിടെയാണ് വൈരാഗ്യത്തിന്റെ ആവിർഭാവം ഉണ്ടാകുന്നത്. രാമൻ ഇതാ ഉണ്ടായി. പലതരത്തിൽ ഇതുണ്ടാവാം. സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇതുണ്ടാവാം. താൻ കണ്ട തന്റെ അച്ഛന്റെയും അമ്മയുടെയും സമൂഹത്തിന്റെയും ജീവിതക്രമങ്ങളിൽ നിന്നും ഇതുണ്ടാവാം. തന്റെ മുമ്പിലാണല്ലോ തന്റെ അച്ഛനും അമ്മയും മക്കളുമൊക്കെ ജീവിച്ചു തീർക്കുന്നത്. അരങ്ങിൽ ജീവിച്ചു തീർക്കുന്ന അവരുടെ ജീവിതം അറിയാതെ കാണുമ്പോ ഈ ഓട്ടമെല്ലാം ഓടിയിട്ടും ശാന്തി വളരെ അകലെയാണെന്ന് കാണുകയാണ്. പിന്നെ ഞാൻ എന്തിനാ വഴിക്ക് ഓടണം? ചിലർ അങ്ങനെ ചിന്തിക്കും.